ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് കാണും, അത് ഫാനിൻ്റെ സൗണ്ടാണ്. ചൂടായതുകൊണ്ട് ഫാൻ ഇല്ലാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. വ്ളോഗെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് നൈറ്റ് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് മീൻ കണ്ടിട്ട് നിർത്തിയായിരുന്നു. അപ്പോഴത്തേക്ക് നെത്തോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെത്തോലി മേടിച്ചു. അപ്പോൾ രാത്രി തന്നെ കുക്ക് ചെയ്ത് അപ്പം തന്നെ ചോറ് വെച്ച് കഴിക്കാൻ തോന്നി. കാരണം നമ്മളങ്ങനെ ചോറ് കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല. എനിക്കതിന് ചോറ് അത്ര ഇഷ്ടമില്ല, അതാണ്. അപ്പം പെട്ടെന്ന് ചോറ് വെച്ച് കഴിക്കാൻ തോന്നി. അപ്പോൾ രാത്രി എനിക്ക് വന്ന് 11:30 ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ചീര കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ കയറ്റി, പിന്നെ ചോറും കുക്കറിൽ വച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്കൊന്ന് വ്ളോഗ് എടുത്താൽ എന്താണെന്ന്. അപ്പോഴത്തേക്കും വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ ഒരു ടൈമാണ്. അത് ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ, നൈറ്റ് ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ അത് എപ്പോഴും കിച്ചണിൽ കാണും. നമ്മൾ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങളും എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ കോളേജിൽ പോകുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാൻ കാണും, കുറേ ഗോസിപ്സ് കാണും പറയാനായിട്ട്. ഇപ്പം എനിക്ക് കോളേജ് ഇല്ലാത്ത ടൈമായതുകൊണ്ട് ഗോസിപ്പൊക്കെ കുറവാണ്. പക്ഷെ അവൻ്റെ കുറേ കാര്യങ്ങളും ജോലിക്ക് പോയത് എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തേങ്ങ ചിരകുന്നത് ഭയങ്കര കുറവാണ്. അതായത് എനിക്ക് തേങ്ങ ചിരകാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തേങ്ങയിൽ നിന്ന് കത്തി കൊണ്ട് തേങ്ങ ചിരട്ടയിൽ അടർത്തിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും. ഇതുപോലെ അടിച്ചെടുക്കും. അപ്പം തോരനുള്ള കാര്യങ്ങളാണ്. തോരൻ എല്ലാവരും വയ്ക്കുന്ന കണക്ക് തന്നെയാണ് ഞാനും വയ്ക്കുന്നത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ അപ്പോഴത്തേക്ക് എല്ലാ വ്ളോഗ്സിലും അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ എല്ലാവരും ഇത് കാണിക്കുന്നു, ഞാനും കാണിക്കുന്നു. എനിക്കത്ര അറിയാവും, അല്ലാതെ പക്കായിട്ട് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ തോരനുള്ളത് അരച്ചെടുത്തു. തോരൻ ചീരത്തോരനാണ്. എനിക്ക് ചീരത്തോരനും അവിയലും ഈ വക പച്ചക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ചോറിനേക്കാളും കൂടുതൽ പച്ചക്കറിയാണ് കഴിക്കുന്നത്. കാരണം അവൻ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം, ചോറ് കുറച്ച് കഴിക്കണം എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മീൻ കട്ട് ചെയ്യുന്നതൊക്കെ ഇവനാണ് കേട്ടോ. എന്നെക്കൊണ്ടങ്ങനെ മീൻ കട്ട് ചെയ്യിക്കാനൊന്നുമില്ല. എനിക്ക് അറിയത്തുമില്ല നല്ലോണം കട്ട് ചെയ്യാനായിട്ട്. അവൻ എന്നെ കൊണ്ട് ചെയ്യിക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ നെത്തോലി മീൻ കറിക്ക് അരയ്ക്കുവാണ്. തേങ്ങയും കുറച്ച് 2-3 ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് കുക്കിംഗ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി കിച്ചണിലിരിക്കുമ്പോഴത്തേക്ക് ഒരു വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും കൂടി കിച്ചണിലിരിക്കുന്നത്. അപ്പോൾ ഇതിത്ര ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നെത്തോലി ചെറിയൊരു മഞ്ഞ ഷെയ്ഡിലിരിക്കണം. എനിക്ക് നല്ല റെഡ് കളറിലിരിക്കുന്ന ഇഷ്ടമില്ല. അപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞാൻ നെത്തോലി വയ്ക്കാറ്. പച്ചക്ക് അരച്ച് വയ്ക്കില്ല അങ്ങനെ. പിന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകാണ് ഇടുന്നത്. നമ്മൾ മറ്റേ ഉണ്ടമുളകുണ്ടല്ലോ, ട്രിവാൻഡ്രത്തോട്ട് ഉണ്ടമുളകെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. അവിടെ നല്ല മണമുള്ള മുളക്, അതും നമ്മുടെ മാങ്ങ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കാണ് ഇത് ടേസ്റ്റ്. അത്രയ്ക്കും ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയിട്ട് നെത്തോലി കറി. പറഞ്ഞപ്പോഴത്തേക്കും നാക്കിന് ഇങ്ങനെ വെള്ളം വരുന്നു. അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടി നെത്തോലിയിലോട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ മറ്റേ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് കുറേ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നെത്തോലിക്കറി റെഡിയാണ്. പിന്നെ എല്ലാവരും വയ്ക്കുന്ന കണക്ക് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്. എനിക്ക് അപ്പോൾ എടുക്കാൻ തോന്നി ഞാൻ വ്ളോഗ് എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ പണ്ട് എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോണും കൊണ്ട് കയറുമായിരുന്നു കേട്ടോ. റൂം വൃത്തിയുടായി കിടക്കുവാണ്, ക്ലീൻ ചെയ്യുവാണ്, അത് ഇങ്ങനെ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചോറുമായിട്ടുണ്ടായിരുന്നു, തോരനുമായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ബർണറിൽ, നമ്മുടെ തീ കൂടിയ ബർണറില്ലേ, അപ്പോൾ അതിലോട്ട് വച്ചു മീൻ കറി. പിന്നെ ഞാൻ ഇത് തേങ്ങ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങയും അതിൽ നമ്മളെ മറ്റേ വെളുത്തുള്ളിയില്ലേ, തൊലി കളയാതെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. നല്ല അരച്ചെടുക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതെടുത്തതിന് ശേഷം ഞാനൊരു കുഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. കാരണം ഇങ്ങനെ നെത്തോലി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.
നെത്തോലിയിൽ കുറച്ച് നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരച്ചെടുത്ത തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, നന്ദന. അപ്പം അമ്മ സൂപ്പർ കുക്കാണ്, നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ അമ്മയുടെയൊക്കെ ഒരു ഫുഡ് വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഇത് കണക്ക് വെച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ ഇതിനിടയിൽ വെള്ളം കുടിയും കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വന്നു. ചോറും ചീരത്തോരനും നെത്തോലി മീൻകറി, മീൻ പൊരിച്ചതും അച്ചാറും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ലാവിഷായിട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് നെത്തോലി ഭയങ്കര ഇഷ്ടമാണ്, നെത്തോലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയായി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.